ഹായ് ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് പുതുതായി വന്ന പേഷ്യന്റ് ടിറ്റോ അടിച്ചു എന്ന് പറഞ്ഞിട്ട് അവന്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ ടിറ്റോയുടെ അടുത്ത് വന്ന് പറയുന്നവരെയാണ്. അപ്പൊ എല്ലാവരും ഷോക്കായി നിൽക്കും. പിന്നീട് കാണിക്കുന്നത് ടിറ്റോയുടെ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ കമ്മീഷനൊക്കെ രൂപീകരിച്ചിട്ടുണ്ടാവും. അവന്റെ അടുത്ത് അപ്പൊ അവര് അവിടെ എന്താണ്ടായി എന്നൊക്കെ ചോദിക്കും. അപ്പൊ അവൻ ആലോചിക്കും. ആ പുതുതായി വന്ന പേഷ്യന്റ് മനഃപൂർവ്വം ടിറ്റോയെ ദേഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കായിരിക്കും. എന്നിട്ട് ടിറ്റോ ദേഷ്യപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ അവനെ അടിക്കാൻ വേണ്ടി ചെല്ലും. ആ സമയത്ത് അവൻ തന്നെത്താൻ താഴെ വീണതായിരിക്കും. അല്ലാതെ അവനെ അടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ഒരു പേഷ്യന്റ് കേസ് കൊടുത്ത കാരണം കൊണ്ട് കുറച്ച് ദിവസത്തിന് എന്തായാലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ആ കമ്മീഷനിലുള്ളവർ പറയും. അവന് പരിക്ക് പറ്റിയ ഫോട്ടോസ് ഉണ്ടെന്നൊക്കെ പറയും. കസൂകിയും ആണെങ്കിൽ ഞാനൊരു അടുത്ത് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കായിരിക്കും. അപ്പോ മിയോണി പറയും, ഞാൻ അവനെ മുന്നേ തന്നെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന്റെ ശരീരത്തിൽ അടി കൊണ്ട പാടുകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഇതെങ്ങനെ വന്നു എന്നൊന്നും അറിയില്ല എന്നൊക്കെ. അങ്ങനെ അവര് ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ അങ്ങനെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കും. ഞാനാണെങ്കിൽ പിന്നീട് ടിറ്റോയുടെ വീട്ടിലേക്ക് പോകും. ടിറ്റോയുടെ വീട്ടിലാണെങ്കിൽ ടിറ്റോയുടെ ചേച്ചി അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കായിരിക്കും. നീ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ തെറ്റ് ചെയ്തവനെ പോലെ ഇങ്ങനെ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അവള് ഞാനെടുത്ത് വന്നിട്ട് അവളുടെ മാരേജിന്റെ വിഷയമായിട്ട് അവള് വീട്ടിലേക്ക് പോവാണെന്നും ടിറ്റോയെ നേരെ നോക്കണമെന്നും ഞാനടുത്ത് പറയും. അപ്പോ ഞാനാ ഇപ്പൊ തിരിച്ചു വരുന്നൊക്കെ ചോദിക്കുമ്പോ വേഗം തിരിച്ചു വരാന്നൊക്കെ പറയും. അവള് പോയതിനു ശേഷം ഞാനാണെങ്കിൽ ഞാൻ ഇനി മുതൽ ഒരു വൈഫിനെ പോലെ നിങ്ങളെ കെയർ ചെയ്തോണ്ടെന്ന് പറയും. എന്നിട്ട് അവനെ കെയർ ചെയ്തോണ്ടിരിക്കും. ആദ്യം അവള് ചെയ്യാ കുറച്ച് വെള്ളം എടുത്ത് ഗ്യാസിന്റെ മുകളിൽ വെക്കായിരിക്കും. അവൾ അങ്ങനെ ഗ്യാസിന്റെ മുകളിൽ വെക്കാൻ പോകുമ്പോ പെട്ടെന്ന് അത് അവളുടെ കൈ തട്ടി താഴെ വീണിട്ടുണ്ടാവും. അവൾ ആകെ പേടിക്കും. അപ്പോ ടിറ്റു ആണെങ്കിൽ എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് വേഗം ചെല്ലുമ്പോഴേക്കും അവള് പറയും, ഇത് എന്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റല്ലേ, അത് കാരണം ഞാൻ ശരിക്കൊണ്ടെന്ന്. അപ്പൊ അവൻ എന്തെങ്കിലും ചെയ്തോന്ന് വിചാരിച്ച് അവിടെ പോയിരിക്കും. അപ്പോ വീണ്ടും അവള് വന്ന് വീട് ക്ലീൻ ചെയ്യുമായിരിക്കും. അപ്പോ ആ ക്ലീനറിന്റെ ഉള്ളിൽ അവന്റെ ഡ്രസ്സ് കുടുങ്ങും. അവള് വലിച്ചെടുക്കുന്നതിന്റെ ഇടയിൽ ആ ഡ്രസ്സൊക്കെ കേടുവന്നിട്ടുണ്ടാവും. അവൾ എന്നിട്ട് ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങൾ ചെയ്യുമ്പോ അവൻ പറയും, ഇവിടെ വന്നിരിക്കുന്നു. അപ്പൊ അവൾ അവന്റെ അടുത്ത് ചെന്നിരിക്കും. എന്നിട്ട് അവൻ അവളുടെ അടുത്ത് സംസാരിക്കാൻ പറയുമ്പോ അവൾ പറയും, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ. അപ്പൊ അവൻ അവളെ ചേർത്ത് പിടിച്ചിട്ട് പറയും, അതെനിക്കറിയാം, നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ. എന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്, എനിക്ക് നല്ലൊരു ഗേൾ ഫ്രണ്ട് ആയിരിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ അവൻ പറയും. എന്നിട്ട് അവളുടെ മുടിയൊക്കെ അഴിച്ചിടും. നിന്റെ ഈ ഹെയർ സ്റ്റൈല നല്ലത് എന്നൊക്കെ പറയും. നീ എനിക്ക് വേണ്ടി ഇപ്പൊ ഒന്നും ചെയ്യണ്ട, ഹോസ്പിറ്റലിലെ രോഗികളെ നേരെ നോക്കിയാൽ മാത്രം മതി, ഞാനിപ്പോ അവിടെ ഇല്ലല്ലോ എന്ന് അവൻ പറയുമ്പോ അവളും അതിനൊക്കെ പറയും. അങ്ങനെ അവള് എല്ലാ രോഗികളെയും ഞാൻ നന്നായി നോക്കാൻ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. അങ്ങനെ അവള് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടാവും. അവിടെ പുതുതായി വന്ന പേഷ്യന്റ് ഉണ്ടാവും. അവന്റെ ഒപ്പമുള്ള ആള് അവന്റെ അടുത്ത് എക്സസൈസ് ചെയ്യാനൊക്കെ പറയുണ്ടാവും. പക്ഷെ അവൻ ഒന്നും ചെയ്യില്ല. അവൾ അതൊക്കെ നോട്ട് ചെയ്യും. അവൻ എന്താ ഇത്ര പെട്ടെന്ന് സ്വഭാവം മാറി എന്നൊക്കെ അവൾ വിചാരിക്കും. അവൻ എങ്ങനെയെങ്കിലും നന്നാക്കണം എന്നൊക്കെ അവൾ വിചാരിക്കും. എന്നിട്ട് അവൾ നേരെ സ്റ്റാഫ് റൂമിലേക്ക് പോകും. എന്നിട്ട് അവരുടെ അടുത്തൊക്കെ സംസാരിക്കും. എങ്ങനെയെങ്കിലും നമുക്ക് അവനെ തിരിച്ചു കൊണ്ടുവരണം, അവന്റെ ശരീരമൊക്കെ എങ്ങനെയെങ്കിലും ശരിയാക്കണം എന്നൊക്കെ പറയും. അപ്പൊ അവരെല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ടാവും. യാക്കിയാണെങ്കിൽ ഇവളിങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യണ കണ്ടിട്ട് ചിരിക്കുന്നുണ്ടാവും. എന്നിട്ട് ഞാൻ നേരെ ആ പുതിയ പേഷ്യന്റിന്റെ അടുത്ത് പോയിട്ട് നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്യാ പറഞ്ഞിട്ട് ആ ഹോസ്പിറ്റൽ മുഴുവനും അവനെ കൊണ്ട് നടത്തിക്കും. അങ്ങനെ അവസാനം സ്റ്റാഫ് റൂമിൽ എത്തിണ്ടാവും. അവനാകെ കിതച്ച് പോയിട്ടുണ്ടാവും. അവളാണെങ്കിൽ ഫുൾ എനർജിയിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ സ്റ്റാഫ് റൂമിൽ എത്തുമ്പോ അവരെല്ലാവരും കൂടിയിട്ട് അവൻ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. അത് കാണുമ്പോൾ അവന് നല്ല സന്തോഷമാവും. അവൻ ഒറ്റയ്ക്കല്ല, എപ്പോഴും കൂടെ ആളുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അവനത് കാണുമ്പോൾ കൂടുതൽ സന്തോഷമാവും. പിന്നീട് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൻഡ്രി എന്ന് പറഞ്ഞ പേഷ്യൻറ്റിനെയാണ് കാണിക്കുക. അവളുടെ അടുത്തേക്ക് ടിറ്റോ ചെന്നിട്ടുണ്ടാവും. അപ്പോൾ ടിറ്റോയുടെ അടുത്ത് അവൾ പറയും, എനിക്ക് എപ്പോഴും നിങ്ങൾ തന്നെ ഡോക്ടറായിരിക്കണം എന്നായിരുന്നു ആഗ്രഹം. ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ അതുപോലെയാണ് വിചാരിച്ചത്, അങ്ങനെ തന്നെ ആവും ചെയ്തു എന്നൊക്കെ. അപ്പോൾ അവൻ അവളുടെ അടുത്ത് കൂളായിട്ട് പെരുമാറുണ്ടാവും. ആ സമയത്ത് മിയോണി അവനെ വിളിക്കാൻ വരും. എന്താണെന്ന് വിചാരിച്ച് അവൻ അവളുടെ കൂടെ ചെല്ലുമ്പോഴാണ് അറിയുക ആൻഡ്രിയുടെ ഓപ്പറേഷനുള്ള എല്ലാ സാധനങ്ങളും അവിടെ എത്തിയിട്ടുണ്ടെന്ന്. വേഗം തന്നെ ഓപ്പറേഷൻ നടത്താമെന്നും. അപ്പോൾ ടിറ്റോയ്ക്ക് നല്ല സന്തോഷമാവും. അവളുടെ ഓപ്പറേഷനിൽ അവനും ജോയിൻ ചെയ്യണമെന്ന് അവന് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ നിശയാണെങ്കിൽ ഞാനെടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ അവളും ഹാപ്പിയാവും. ആ സമയത്ത് അവിടേക്ക് ആ പുതിയ പേഷ്യൻ്റ് നടന്നു വരും. അവൻ്റെ അടുത്തപ്പോൾ ഞാൻ പോയിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവനൊന്നുമില്ല, വെറുതെ വിളിച്ചതാണെന്ന് പറയും. എന്നിട്ട് അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ടാവും. ഇത് ടിറ്റോ കാണും. പക്ഷെ അവൻ അതൊന്നും മൈൻഡാക്കാതെ അവിടെ നിന്ന് പോവും. ഞാനാണെങ്കിൽ പിന്നീട് ടിറ്റോയ്ക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടാവും. അങ്ങനെ അവളത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വയ്ക്കും. അടുത്ത ദിവസം
കസുക്കി ആണെങ്കിൽ ഒരു മെയിൽ സ്റ്റാഫിനെ പറ്റിക്കാൻ വേണ്ടി പോവായിരിക്കും. അങ്ങനെ പേടിപ്പിക്കണതിൻ്റെ ഇടയിൽ അയാൾ ആ ഫുഡ് തട്ടിക്കളഞ്ഞിട്ടുണ്ടാവും. ആ ഫുഡൊക്കെ ആകെ പരന്നു പോയിട്ടുണ്ടാവും. നാന ഇതൊന്നും അറിയാതെ നേരെ ടിറ്റോയ്ക്ക് ഫുഡ് കൊണ്ടു കൊടുക്കും. അപ്പോൾ ടിറ്റോയും അവൾ എനിക്ക് ഫുഡ് കൊണ്ടുവന്നതല്ലേ എന്ന് വിചാരിച്ച് അതൊക്കെ കഴിക്കാൻ വേണ്ടി റെഡിയാവും. അങ്ങനെ രണ്ടുപേരും ഇരുന്ന് ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ നോക്കുമ്പോഴാണ് ഫുഡൊക്കെ ആകെ ചമ്മന്തി ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇവൻ അതെടുത്തിട്ട് ഇതെന്താ ഇങ്ങനത്തെ ഫുഡ്, ഞാൻ ആദ്യമായിട്ട് കാണാനല്ലോ എന്നൊക്കെ പറയും. അവളപ്പോൾ ഞാൻ നേരെ തന്നെയാണല്ലോ ഉണ്ടാക്കി, ഇതെന്താ പറ്റിയെന്ന് അറിയില്ല എന്നൊക്കെ പറയും. ആ സമയത്ത് അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അത് മേടിച്ച് കഴിക്കും. അവൻ കഴിക്കണ കാണുമ്പോൾ അവളും ഹാപ്പി ആവും. ഇതൊക്കെ മേലെ നിന്ന് ആ പുതിയ പേഷ്യൻ്റ് കാണണ്ടാവും. അവൻ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് ഇവനൊരു അനക്കൂലല്ലോ, ഇനി ഞാൻ എന്താ ചെയ്യാമെന്ന് വിചാരിക്കും. പിന്നീട് കാണിക്കുന്നത് ടിൻഡോയാണ്. അവൾ നിഷീനെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിഷി അവിടേക്ക് ചെല്ലും. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി സംസാരിക്കുമ്പോൾ എന്തിനാ വിളിച്ചതെന്ന് നിഷി ചോദിക്കും. അപ്പോൾ അവൾ പറയും, എൻ്റെ വീട്ടുകാർ ഒരു മാരേജിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി എനിക്ക് നാട്ടിൽ പോകണം, നമുക്കിപ്പോൾ ബ്രേക്കപ്പ് ചെയ്താലോ എന്ന് ചോദിക്കും. നിഷിയാണെങ്കിൽ ഷോക്കാവും. പിന്നീട് നാനയ്ക്ക് ഫസ്റ്റത്തെ ശമ്പളമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നാന ടിറ്റോയുടെ അടുത്ത് നമുക്ക് രണ്ടുപേർക്കും എന്നാൽ ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കും. അങ്ങനെ രണ്ടുപേരും ഫുഡ് കഴിക്കാൻ പോകും. ടിറ്റോ ആണെങ്കിൽ ആ കുട്ടിയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്താവും. അവളപ്പോൾ അതങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവൻ ആ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എക്സൈറ്റഡ് ആയിരിക്കും. അവളാണെങ്കിൽ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവൻ നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കണമെന്ന് ചോദിക്കും. അപ്പോൾ എനിക്കിങ്ങനെ നോക്കിയിട്ട് തന്നെ ഇരിക്കണം എന്ന് പറയും. അപ്പോൾ അവന് നോക്കും. പക്ഷേ അവൾക്ക് അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് സന്തോഷമായിട്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷേ പുതിയ പേഷ്യൻറ്റിനെ ഉറങ്ങാനേ പറ്റുണ്ടാവില്ല. ഹീറോനെ എത്ര ദേഷ്യം പിടിപ്പിച്ചിട്ട് അവൻ എന്താ ഇങ്ങനെ പെരുമാറണമെന്ന് തന്നെ ആലോചിച്ചുകൊണ്ട് കിടക്കായിരിക്കും. അവൻ എന്തെങ്കിലും പണി ഒപ്പിക്കണമെന്ന് അവൻ വിചാരിക്കും. അങ്ങനെ ആ കുട്ടിയുടെ ഓപ്പറേഷൻ ടൈം ആവും. എല്ലാവരും അതിനുവേണ്ടി റെഡി ആവുമായിരിക്കും. അപ്പോഴാണ് ഹീറോനെ അവിടുത്തെ ഹെഡ് വിളിക്കുക. അപ്പോൾ ഹീറോ പോയി നോക്കുമ്പോൾ അയാൾ പറയും അവന് ഓപ്പറേഷനിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന്. കാരണം വീണ്ടും ഒരു പരാതി പുതിയ പേഷ്യൻ്റ് കൊടുത്തിട്ടുണ്ടെന്ന്. അവന് നല്ല വിഷമാവും. വേറൊരു നേഴ്സ് നാനയുടെ അടുത്ത് ഇക്കാര്യം പറയുന്നുണ്ടാവും. അപ്പോൾ നാനയ്ക്ക് അത് കേൾക്കുമ്പോൾ നല്ല വിഷമാവും. അവൻ ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഒരുപാട് പ്രിപ്പയർ ചെയ്തത് അവൻ ആ കുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നേരെ നാന പോയിട്ട് ആ പുതിയ പേഷ്യൻ്റിൻ്റെ അടുത്ത് ചോദിക്കും എന്തിനാ ഇങ്ങനെ ഒരു കേസൊക്കെ കൊടുത്തതെന്ന്. അപ്പോൾ ആ പുതിയ പേഷ്യൻ്റ് പറയും നീ എൻ്റെ കൂടെ വരണം പുറത്തേക്ക്, ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോയി പഠിപ്പിക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്തു തരാം, നീ പക്ഷേ അവനെ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വരണം, അപ്പോൾ ഞാൻ ഈ കേസ് പിൻവലിക്കാമെന്നൊക്കെ ആ പുതിയ പേഷ്യൻ്റ് അവളുടെ അടുത്ത് പറയും. അവളാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കും. എന്നിട്ട് അവൾ നേരെ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലും. ആ കുട്ടിയാണെങ്കിൽ ഓപ്പറേഷൻ്റെ കാര്യം പറഞ്ഞിട്ട് നല്ല ഹാപ്പി ആയിരിക്കും. ഈ ഓപ്പറേഷൻ കഴിയുന്നതോടുകൂടി എൻ്റെ എല്ലാ രോഗവും മാറുന്നൊക്കെ അവൾ അങ്ങനെ പറയും. പിന്നീട് ടിറ്റോയുടെ അടുത്തേക്ക് പോകുമ്പോൾ ടിറ്റോ മയോണിയുടെ അടുത്ത് പറയണത് അവൾ കേൾക്കും. ടിറ്റോ പറയുണ്ടാവുക നീ എൻ്റെ പകരം ആ ഓപ്പറേഷൻ നന്നായിട്ട് നടത്തണം എന്നൊക്കെ ആയിരിക്കും. അതൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് നല്ല വിഷമാവും. ടിറ്റോ അത്രയ്ക്ക് ഈ ഓപ്പറേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൾ ഇനി എന്താ ചെയ്യാമെന്ന് വിചാരിക്കും. ടിറ്റോയും നല്ല വിഷമത്തിലായിരിക്കും ഉണ്ടാവുക. ഇനി ആ ഓപ്പറേഷൻ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് അവൾ എന്നിട്ട് ടിറ്റോയെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരണം എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ടിറ്റോ വരുന്ന സമയമായിട്ടുണ്ടാവും. അവൾ ആ സിംഗപ്പൂരിക്ക് പോകേണ്ട കാര്യം ആലോചിക്കുന്നുണ്ടാവും. ടിറ്റോ ഇത്ര നാൾ അവൻ്റെ ജോലിയിൽ മാത്രം ശ്രദ്ധിച്ച് നന്നായി ജീവിച്ചിട്ടുണ്ടായിരുന്ന ആളാണ്. ഇവൾ വന്ന് പിന്നെ അവൻ്റെ ജീവിതം ബുദ്ധിമുട്ടായി എന്നൊക്കെ ഇവൾക്ക് അങ്ങനെ തോന്നും. ടിറ്റോയുടെ അടുത്തേക്ക് എന്നിട്ട് അവൾ പോകും. എന്നിട്ട് നാളെ നമുക്കൊരു സ്ഥലം വരെ പോയാലോ എന്ന് ചോദിക്കും. ടിറ്റോയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവൾ തീരുമാനിച്ചിട്ടുണ്ടാവുക. അങ്ങനെ അവർ ഒരു ഗെയിമൊക്കെ കളിക്കാൻ പോവും. ടിറ്റോ അതിൽ നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ടാവും. നാനയായിരിക്കും അടുത്തത്. അവളും അങ്ങനെ നന്നായിട്ട് തന്നെ സ്കോർ ചെയ്യും. ടിറ്റോ അപ്പോൾ അവൾ ജയിക്കുമെന്ന് നോക്കിയിരിക്കും. അവൾ ജയിക്കില്ല എന്നാണ് അവൻ വിചാരിക്കുക. പക്ഷെ അവൾ ജയിച്ചിട്ടുണ്ടാവും. അങ്ങനെ അവൾ ജയിക്കും. അങ്ങനെ അവർ കുറേ റൗണ്ട് കളിക്കും. അങ്ങനെ അവസാനത്തെ കളി എത്തും. അതിൽ നാന തോറ്റിട്ടുണ്ടാവും. അപ്പോൾ ടിറ്റോ നന്നായി സന്തോഷിക്കും. അവൻ ജയിച്ച കാരണം കൊണ്ട് അവന് കുറച്ച് എനർജിയൊക്കെ വന്നിട്ടുണ്ടാവും. അവൻ സന്തോഷിക്കണതൊക്കെ നോക്കും. എന്നിട്ട് അവൾ അവൻ്റെ അടുത്ത് പോയി പറയും എനിക്ക് ഒരു ചാൻസ് കൂടി വേണം, അതിലെങ്ങാനും ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എന്നെ വിട്ടിട്ട് ഒരു കാലത്തും പോകാൻ പാടില്ല എന്ന്. അപ്പോൾ അവനും ഓക്കെ പറയും. അങ്ങനെ അവൾ ആ ബോൾ എറിയും. ബാക്കി 2 എണ്ണം ബാക്കി ഉണ്ടാവുള്ളൂ. അത് വീഴില്ല എന്നാണ് എല്ലാവരും വിചാരിക്കുക. പക്ഷേ അത് 2 എണ്ണം പരസ്പരം തട്ടിയിട്ട് വീണുണ്ടാവും. ടിറ്റോയ്ക്ക് അത് കണ്ടിട്ട് അതിശയാവും. എന്തായാലും ഞാൻ ഇവളുടെ കൂടെ തന്നെ ജീവിതകാലം മുഴുവൻ ജീവിക്കണമല്ലോ എന്ന് അവൻ വിചാരിക്കും. അവളും ഹാപ്പിയാവും. പക്ഷെ അവൾ ഇടയ്ക്ക് കരയുന്നുണ്ടാവും. അങ്ങനെ ഈവനിങ് ആയിട്ടുണ്ടാവും. അപ്പോൾ 2 പേരും കൂടി സ്ട്രീറ്റിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവൾ എപ്പോഴത്തെയും പോലെ ഒരു മണ്ടപ്പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കും. അപ്പോൾ
ടിറ്റോ നിനക്ക് ഈ പാട്ടൊക്കെ എവിടെ നിന്ന് കിട്ടണമെന്ന് ചോദിക്കും. അപ്പോൾ അവൾ ഞാൻ ഇതൊക്കെ നിനക്ക് വേണ്ടിയിട്ട് പഠിച്ചതാണ്, ഞാൻ ഇങ്ങനെ നേഴ്സിങ്ങിന് പഠിച്ചിട്ടുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളെന്നൊക്കെ പറയും. എല്ലാം അവൻ്റെ അടുത്തേക്ക് എത്താനാണെന്ന് പറയുമ്പോൾ അവനത് വല്ലാതെ ഫീൽ ചെയ്യും. എന്നിട്ട് അവളെ കൈ പിടിക്കും. അങ്ങനെ രണ്ടുപേരും കൂടി കൈ പിടിച്ച് ആ സ്ട്രീറ്റിൽ കൂടെ അങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കും. വീണ്ടും അവൾ പാട്ട് പാടാൻ തുടങ്ങും. അവനപ്പോൾ അതും എൻജോയ് ചെയ്യുന്നുണ്ടാവും. അവൾ അവന് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് അവനത് നല്ല ഫീലാവും. അവൾ ആ സമയത്ത് കരയുന്നുണ്ടാവും, പക്ഷെ എന്തിനാണെന്ന് അറിയില്ല. അങ്ങനെ അടുത്ത ദിവസമാവും. ടിറ്റോയ്ക്ക് ഓപ്പറേഷനുള്ള അവസരമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. എങ്ങനെ അവൻ കേസ് പിൻവലിച്ചിട്ടുണ്ടാവും. എന്താ അതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് ആർക്കും മനസ്സിലാവില്ല. അങ്ങനെ ഓപ്പറേഷനൊക്കെ നടക്കും. ഇതേ സമയം നഴ്സിംഗ് റൂമിൽ ഒരു നേഴ്സ് വന്ന് പറയുന്നുണ്ടാവും, നാന അവളുടെ ജോലി രാജിവെച്ചിട്ട് പോയിന്ന്. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവൾ ഒന്നും പറഞ്ഞില്ല എന്ന്. ഇത് നേരെ അവിടെയുള്ള ഒരു നേഴ്സ് പോയിട്ട് ടിറ്റോയുടെ അടുത്ത് പറയും. ടിറ്റോയ്ക്ക് അത് കേൾക്കുമ്പോൾ ഷോക്കാവും. അവൻ എന്താ ചെയ്യാന്ന് വിചാരിക്കും. ആ കുട്ടിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് അത് സക്സസ്സും ആയിട്ടുണ്ടാവും. പക്ഷെ അവന് സന്തോഷവും സങ്കടവും ഒരുമിച്ചുള്ള ഒരു സമയമായിരിക്കും അത്. ഇതേ സമയം ആ പുതിയ പേഷ്യൻ്റ് നല്ല വിഷമത്തിലായിരിക്കും. അവനൊരു ലെറ്റർ എഴുതി വെച്ചിട്ടായിരിക്കും അവൾ പോയിട്ടുണ്ടാവുക. ഞാൻ എന്തായാലും നിൻ്റെ കൂടെയും വരില്ല, ഹീറോയുടെ കൂടെയും വരില്ല, ഞാൻ രണ്ടുപേർക്കും ഇല്ലാതെ പോവാണെന്ന് പറഞ്ഞിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. പിന്നെ അവന് വേണ്ടി ഒരു ബുക്ക് എഴുതി കൊടുത്തിട്ടുണ്ടാവും. അവളെല്ലാ പേഷ്യൻസിനും കൊടുക്കണ പോലെ തന്നെ. അവൾ നല്ല വിഷമത്തിലായിരിക്കും പോകുന്നുണ്ടാവുക. ഹീറോ അവളെ ഒരുപാട് തവണ വിളിച്ചു നോക്കിയെങ്കിൽ അവൾ ഫോൺ എടുക്കില്ല. പിന്നീട് ഹീറോയും ആ പുതുതായി വന്ന പേഷ്യൻറ്റും കൂടി സംസാരിക്കും. അവൻ ആ ഹീറോയുടെ അടുത്ത് എല്ലാം തുറന്നു പറയും. ഞാൻ ഇത്ര ദേഷ്യപ്പെടുത്തിയിട്ട് നിനക്കെന്താ ദേഷ്യം വരാത്തെന്നൊക്കെ ഹീറോയുടെ അടുത്ത് അവൻ അങ്ങനെ ചോദിക്കും. അപ്പോൾ അവൻ എനിക്കങ്ങനെ ദേഷ്യമൊന്നും വരില്ല എന്നൊക്കെ ഹീറോ ആ പുതിയ പേഷ്യൻറ്റിൻ്റെ അടുത്ത് പറയും. അവൻ ഇപ്പോഴും ചിരിച്ചിട്ട് തന്നെയാണ് ഇരിക്കുക. അപ്പോൾ ആ പേഷ്യൻറ്റ് പറയും, ഞാൻ ഇവിടുന്ന് പോകാൻ കാരണം ഞാനാണെന്ന്, അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോ ആ പേഷ്യൻറ്റിൻ്റെ അടുത്ത് ദേഷ്യപ്പെടാതെ അവിടെ നിന്ന് പോവും. നീ എൻ്റെ പേഷ്യൻ്റല്ല, ഞാൻ നിൻ്റെ അടുത്ത് ദേഷ്യപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അവൻ ഹീറോയുടെ അടുത്ത് സോറി ചോദിക്കും. ആ പെൺകുട്ടിയാണെങ്കിൽ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഇയാക്കിയാണെങ്കിൽ നാന തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നന്നായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ കസൂഗി നിനക്ക് അവളെ ഇഷ്ടമാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇയാക്കി എനിക്ക് ഇഷ്ടമൊക്കെ ആയിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എനിക്കറിയാം, ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, എനിക്കും നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയും. അത് കേൾക്കുമ്പോൾ കസൂഗിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവളത് പറഞ്ഞ് വേഗം ഓടിപ്പോവും. നാനാണെങ്കിൽ ഇതേ സമയത്ത് കുറച്ച് ദൂരെ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ചേർന്നിട്ടുണ്ടാവും. അവൾ അവിടെ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ അവൾ ഒരു ദിവസം സാധനങ്ങളൊക്കെ മേടിച്ച് പുറത്തേക്ക് വരുമായിരിക്കും. അപ്പോൾ അവൾ മുന്നേ കളിക്കാൻ പോയ അതേ സ്ഥലം കാണും. അവിടെ പോകുമ്പോൾ അവൾ അവനെ ആലോചിക്കും. അവളങ്ങനെ അവനെ ആലോചിച്ച് നടക്കുന്ന സമയത്താണ് അവൾക്കൊരു കോൾ വരിക. അത് ടിൻറ്റോടെ ആയിരിക്കും. അപ്പോൾ ടിൻറ്റോടെ വേഗം കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് തരാനുള്ള പൈസ ഉണ്ടല്ലേ, അത് ഞാൻ വേഗം തിരിച്ചു തരാമെന്നൊക്കെ പറയും. അപ്പോഴാണ് അത് ടിറ്റോ ആണെന്ന് മനസ്സിലാവുക. അവനായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ നീ എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവളൊന്നും പറയില്ല. ഫോൺ എന്താ എടുക്കാത്തതെന്ന് ചോദിക്കുമ്പോഴും അവൾ അതിനൊന്നും മറുപടി പറയില്ല. എന്നിട്ട് അവൾ പറയും, ഞാൻ എൻ്റെ ജോലിയൊക്കെ ഇപ്പോൾ നന്നായി ചെയ്യുന്നുണ്ട്, ഞാൻ വലിയൊരു നേഴ്സായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും കാണാം, ഡോക്ടറുടെ ജോലി നന്നായിട്ട് ചെയ്യും, നമുക്ക് എപ്പോഴെങ്കിലും മീറ്റ് ചെയ്യാമെന്നൊക്കെ പറയും. അവളങ്ങനെ പറഞ്ഞ് നല്ല വിഷമത്തിലായിരിക്കും നടക്കുന്നുണ്ടാവുക. അത് പറയുമ്പോൾ തന്നെ അവൾക്ക് നന്നായിട്ട് സങ്കടം വരുന്നുണ്ടാവും. അവളങ്ങനെ വിഷമിച്ച് നിൽക്കണ അതേ സമയത്ത് പെട്ടെന്ന് ആരോ വന്ന് ബാക്കിൽ നിന്ന് ഹഗ് ചെയ്യും. അത് ടിറ്റോ ആയിരിക്കും. ടിറ്റോ അവളുടെ പിന്നാലെ നടന്നിട്ടായിരിക്കും അവൾക്ക് കോൾ ചെയ്തിട്ടുണ്ടാവുക. നീ ഇല്ലാതെ ഇനി എങ്ങനെ ലൈഫ് എന്ന് ചോദിച്ചിട്ട് അവൻ അവളെ ബാക്കിൽ നിന്ന് ഹഗ് ചെയ്തിട്ട് നിൽക്കും. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കണം. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.